കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 50 ചെയ്തത്. അതിൽ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ 50 ശ്ലോകം ചെയ്ത് നിർത്തിയല്ലേ. യോഗബുദ്ധിയെപ്പറ്റി പറഞ്ഞു നമ്മളല്ലേ. അതായത് എല്ലാ കർമ്മങ്ങളും യോഗബുദ്ധിയോടുകൂടി ചെയ്യുക. എന്താ യോഗബുദ്ധി? നമ്മൾ നമ്മൾ ചെയ്ത കർമ്മത്തിന് എന്ത് ഫലം ഉണ്ടായാലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെങ്കിലും പ്രതീക്ഷിച്ചതല്ലെങ്കിലും, അതിനെയൊക്കെ നമ്മൾ സമത്വബുദ്ധിയോട് കൂടിയിട്ട് അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ഫേസ് ദ ഓപ്പോസിറ്റ്സ് വിത്ത് ഇക്വാനിമിറ്റി. അതാണല്ലോ യോഗബുദ്ധി അല്ലേ. കാരണം എന്താ പറയുക, സുഹൃതം നമ്മൾ പണ്ട് ചെയ്ത നമ്മുടെ പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത സുഹൃതവും ദുഷ്കൃതവും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലൈഫിൽ, ഇപ്പോഴത്തെ ലൈഫിൽ ജീവിതത്തിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണം നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത സുഹൃതവും ദുഷ്കൃതമൊക്കെയാണ്. അപ്പോൾ യോഗബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യോഗി അല്ലെങ്കിൽ യോഗബുദ്ധിയോട് കൂടിയ ഒരാൾ ഇതിനെയൊക്കെ വരുന്ന നമുക്കൊരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാറ്റിനെയും സമത്വബുദ്ധിയോട് കൂടിയിട്ട് അഭിമുഖീകരിക്കുക, ഫേസ് ചെയ്യുക. അതാണല്ലോ കൗശലം എന്ന് പറഞ്ഞതല്ലേ. ദാറ്റ് ഈസ് ദ കൗശലം ഓർ ഡെക്സ്റ്ററിറ്റി. എല്ലാറ്റിനെയും ഹീസ് ഓൾവേസ് ഒരു സമത്വ ഭാവനയിലാണ്. അതാണ് യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ. അതാണ് സ്കിൽഫുള്ളി എങ്ങനെ കർമ്മം ചെയ്യാന്ന്. അതായത് നമ്മൾ ഫലത്തിലൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഈശ്വരൻ്റെ ഒരു ഉപകാരനായി ചെയ്യുന്നേ, അതുതന്നെയാണ് യോഗബുദ്ധി. എന്നിട്ട് എന്താണ് വരണാച്ചാൽ അത് ഈശ്വരേച്ഛാന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി 51 പോവാം. അതിലെന്താ പറയണമെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ നമ്മൾ സമത്വബുദ്ധിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് സ്വധർമ്മമൊക്കെ അനുഷ്ഠിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക? അതിനെ പറ്റിയാണ് അടുത്തതിൽ പറയണം. അങ്ങനെയൊക്കെ നമ്മൾ യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നാട്ടോ. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധവിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. ഈശ്വര, അങ്ങനെ യോഗബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫലം ഉണ്ടല്ലോ, അത്ര നമ്മൾ ഫലത്തിന് പ്രതീക്ഷിച്ചില്ലെങ്കിലും നമുക്ക് ഭഗവാൻ തരുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സുഖം. ഒരിക്കലും അതിന്ന് നാശമില്ലാത്തൊരു സുഖത്തിലേക്ക് നമ്മളെ നയിക്കുക. അതാണ് പറഞ്ഞത് കേട്ടോ. ബുദ്ധിയുക്തോ മനീഷിണഃ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ നമുക്ക് അതായത് നമുക്കിങ്ങനെ പറയാം, കർമ്മജം ഫലം ത്യക്ത്വ, അതായത് കർമ്മഫലത്തെ ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കർമ്മഫലത്തിനെ പറ്റി ചിന്തിക്കാതെ, അതിനെപ്പറ്റി വേവലാതിപ്പെടാതെ എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ഫ്രം ദ റിസൾട്ട്സ് ഓഫ് ദ ആക്ഷൻ. ഓക്കെ, എന്നിട്ട് അതുകൊണ്ട് അങ്ങനെ ആയാൽ, കർമ്മഫലത്തിനെ പറ്റി ചിന്തിക്കാതെ കർമ്മം ചെയ്യണാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിയുക്ത, എന്നിട്ട് എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അതാണ് ഈശ്വരേച്ഛ എന്ന് യാതൊരു പരാതി കൂടാതെ ആക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ചാൽ, അങ്ങനത്തെ മനീഷിണ, അങ്ങനെയുള്ളവർ ജ്ഞാനികളാവും. അവരാണ് ബുദ്ധിമാന്മാർ, ജ്ഞാനികൾ. എങ്ങനെയുള്ളവർ? കർമ്മഫലത്തെ പറ്റി ചിന്തിക്കാതെ ജീവിതത്തിൽ വരണേനൊക്കെ സമത്വബുദ്ധിയോടുകൂടി അഭിമുഖീകരിക്കുന്ന ജ്ഞാനികൾ. അങ്ങനെ ചെയ്യണ ഒരു ജ്ഞാനികളാവും. എന്നിട്ടോ അവർക്ക് അതിൻ്റെ ഗുണം എന്താ? ജന്മബന്ധ വിനിർമുക്താഹ. അപ്പം അവർ ഈ ജനന മരണരൂപമായ വലിയ ചക്രത്തിൽ നിന്നും സ്വതന്ത്രരാവും. ദേ വിൽ ബി ഫ്രീഡ് ഫ്രം ദ നെവർ എൻഡിങ് സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അതാണ് അതിൻ്റെ ഗുണം. അങ്ങനെ ചെയ്താൽ എന്താ കാര്യം ചോദിച്ചില്ലേ? നല്ലേ ഹനുമാൻ്റെ നമ്മുടെയൊക്കെ ചോദ്യം. അങ്ങനെ യോഗബുദ്ധിയോട് കൂടിയിട്ടൊക്കെ ഞാൻ ചെയ്തു വെച്ചാൽ എനിക്ക് എന്താ ഉണ്ടാവുക? അതാണ് ഉണ്ടാവുക. യോഗബുദ്ധിയോടുകൂടി കർമ്മം അനുഷ്ഠിച്ചാൽ, അതായത് ഫലത്തിൽ ആഗ്രഹമില്ലാതെ
ഭഗവാന്റെ കയ്യിലൊരു ഉപകരണമാണെന്ന് വിചാരിച്ച് ഭഗവതാർപ്പണമായ കർമ്മം ചെയ്താൽ നമ്മൾക്ക് ജ്ഞാനം ഉദിക്കും. എന്താ അറിയോ, നമ്മുടെ പരിശുദ്ധവും പരിശുദ്ധമായ ഹൃദയത്തിൽ ജ്ഞാനം ഉദിക്കും. അപ്പം മനീഷിനികളാവും, ബുദ്ധിമാന്മാരെന്നല്ല ജ്ഞാനികളാവും. അപ്പം എന്താ ഉണ്ടാവുക? അപ്പം നമുക്ക് ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം കിട്ടും. അനാമയം, എന്നിട്ടോ ദുഃഖമില്ലാത്ത, കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദുഃഖം, ദുഃഖരഹിതമായ പദം ഗച്ഛന്തി, നമ്മൾ അവസ്ഥയെ പ്രാപിക്കുന്നു. നമ്മൾ ആ ദുഃഖമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ എന്താ, ആ സച്ചിദാനന്ദത്തിൽ നമുക്ക് പിന്നെ ആ സച്ചിദാനന്ദം നമ്മൾ പ്രാപിക്കുന്നു, സച്ചിദാനന്ദാവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ വി അറ്റൈൻ മോക്ഷം, അല്ലേ? ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലെത്തും. അതുകൊണ്ട് ഹേ അർജുനും അങ്ങനെ യോഗബുദ്ധിയോടുകൂടി കർമ്മയോഗത്തെ ചെയ്താലും എന്നാണ് പറയണത്. അതാണ് ഇതിൽ പറയണത്, അതാണ് അർജുനോട് പറയണത്. എന്താ വെച്ചാൽ എന്താ അറിയോ, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം പോസിറ്റീവ് ആവാം, നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം, നമ്മൾ വിചാരിക്കണ പോലെ അല്ലാണ്ടാവാം, അല്ലേ? അപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിച്ചാൽ, അതിൽ റിയാക്ട് ചെയ്താൽ ആക്ച്വലി എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മവാസന കൂടുകയാണ്. അതായത് അതുകൊണ്ടാണ് പറയണത്, നമുക്ക് കൺട്രോളില്ല ഫലത്തിൽ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, എന്താണ് ഫലം കിട്ടിയത് വെച്ചാൽ അത് ഈശ്വരേച്ഛ എന്ന് വിചാരിച്ച് ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാച്ചാൽ നമ്മുടെ കർമ്മവാസന കൂടും. അല്ലെങ്കിൽ അയാളോട് കിട്ടിയില്ലെങ്കിൽ ആരാണ് കിട്ടാൻ വിഘ്നായച്ച അയാളോട് ദേഷ്യം അതിന് ഒരു കർമ്മം ചെയ്യുക, അപ്പോൾ പാപം. സന്തോഷമായിച്ചാൽ പിന്നെയും അത് കിട്ടണം വെച്ചിട്ട്, അപ്പോൾ എന്തായാലും നമ്മളെ കർമ്മവാസന കൂടുക ചെയ്യുക. അതുകൊണ്ടാണ് കർമ്മഫലത്യാഗം എന്ന് പറയുന്നത്. കർമ്മവാസനയാണ് നമ്മുടെ ഈ സംസാരമാകുന്ന വൃക്ഷം ഉണ്ടല്ലോ, ഈ സംസാരമാകുന്ന ആ വലിയ ട്രീ ഉണ്ടല്ലോ, ആ സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ വിത്താണ് എന്ത്? കർമ്മവാസന. അതുകൊണ്ടാണ് അത് കൂട്ടാതിരിക്കാൻ പറയണതേ ഭഗവാനേ. മാത്രമല്ല നമ്മളെ ജനനം തന്നെ ഒരു ബോണ്ടേജാണ്. കാരണം നമ്മുടെ പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശരീരം എടുത്തത് തന്നെ. അപ്പോൾ ജന്മം തന്നെ ഒരു കർമ്മബന്ധനാണ്. അപ്പം പിന്നെ നമ്മൾ അത് ഇനിയെങ്കിലും ഇല്ലാണ്ടിരിക്കാനല്ലേ നോക്കേണ്ടത്. എന്നിട്ട് ആ അനാമയ പദം എന്ന് പറഞ്ഞില്ലേ, അനാമയ പദം എന്താ? ദുഃഖരഹിതമായിട്ടുള്ള ആ സ്ഥിതിയിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഞാൻ വായിക്കായിരുന്നു അല്ലേ, ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസി അല്ലെങ്കിൽ ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഈ സുഖമായിട്ടുള്ള അവസ്ഥ, അല്ലേ? അതെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥയ്ക്കാണ് ഈസ് എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ അഭാവമാണ് അത്ര ഡിസീസിനെ. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈസ് എന്ന് പറഞ്ഞാൽ നല്ല സുഖകരമായിട്ടുള്ള അവസ്ഥ. ആബ്സെൻസ് ഓഫ് ദാറ്റ് ഈസ് ആണത്ര ഡിസ്ഈസ്, സുഖക്കേട്. സുഖം ആണ് ഈസ്, സുഖക്കേട് ആണ്, അല്ലേ, ഡിസീസ്. അപ്പോൾ അതായത് നമുക്ക് ആ സുഖത്തിൻ്റെ അഭാവമാണല്ലോ ഈ സുഖക്കേട്, അതാണ്. അപ്പോൾ നമുക്ക് ദുഃഖം ഇല്ലാതിരിക്കണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. ശരിക്കും പറയാച്ചാൽ ഈ ബോഡി തന്നെ ഒരു 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 ഡിസീസാണെന്ന് രമണ മഹർഷിയൊക്കെ പറയുന്നുണ്ട്. ബോഡി തന്നെ ഒരു ദണ്ണാണ് വെച്ചാൽ പിന്നെ അതിന് നമ്മൾ ബോഡിയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ബോഡിക്ക് വരുന്ന എല്ലാ വിഷമങ്ങളും നമ്മുടെ വിഷമമാണ്, ജനനവും മരണവും അടക്കം. അതുകൊണ്ടാണ് എപ്പോഴും അതും അതിന് മുമ്പൊക്കെ പറഞ്ഞുല്ലോ, ബോഡി ജഡാണെന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ കർമ്മബന്ധനം ഇല്ലാണ്ടിരിക്കാനെങ്കിൽ നോക്കൂ എന്ന് പറയാണ്. അപ്പോൾ ശങ്കരാചാര്യർ പറയുന്നുണ്ട് ഇഹൈവ എന്ന്. അതായത് ഇനി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഇപ്പം തുടങ്ങും, ഇപ്പം തുടങ്ങൂ എന്നാണ്. ഇതാണ് ഏറ്റവും നല്ല മുഹൂർത്തം. ഇപ്പം ഈ പറയണ യോഗബുദ്ധിയോടുകൂടി കർമാനുഷ്ഠിക്കാൻ തുടങ്ങൂ. എന്നാൽ മനസ്സ് ശുദ്ധമായിട്ട് മനീഷിണനാൽ ജ്ഞാനിയായിത്തീരും. അപ്പം എന്താണ്? നമ്മളെ ദുഃഖരഹിതമായ പദത്തിൽ എത്തിച്ചേരുന്നു. അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. എന്ത്? ആ സച്ചിദാനന്ദം തന്നെ ആയിത്തീരും നമ്മളെന്ന്. അപ്പം എത്ര വലിയൊരു ഇതാണ് ഭഗവാൻ നമുക്ക് തരണത്, അല്ലേ? കർമ്മയോഗമായിട്ട് ചെയ്യൂ, യോഗബുദ്ധിയോടുകൂടി. കർമ്മത്തിനെ കർമ്മയോഗമാക്കണം.
കർമ്മരോഗമാക്കരുത്. കർമ്മരോഗമാക്കിയാൽ നമ്മൾ എപ്പോഴും ദുഃഖം. കർമ്മയോഗമാക്കിയാൽ, കർമ്മത്തിന് യോഗബുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ് കർമ്മയോഗം. അങ്ങനെയായാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ട് നമ്മളൊരു ദുഃഖരഹിതമായിട്ടുള്ള ആ നിത്യാനന്ദത്തിൽ എത്തിച്ചേരും. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് 51 വായിച്ച് 52 പോവാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്വാ മനീഷിണ. അതുകൊണ്ട് ഫലേച്ഛ പാടില്ല. വരണത് മുഴുവൻ ഭഗവതിഷ്ടം. ജന്മബന്ധവിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. ഓക്കെ, ഇനി നമുക്ക് 52 ചെയ്യാം. യദാ തേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. അപ്പം നമുക്ക് ഇതിന് നോക്കാം. തേ അതായത് ഭവാന്, അങ്ങയ്ക്ക്, അല്ലെങ്കിൽ അർജുനന്. അതായത് പിന്നെ ഇപ്പം തന്നെ ജ്ഞാനം വേണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല വെച്ചാലും കർമ്മയോഗം യോഗബുദ്ധിയോടുകൂടി കർമ്മം അനുഷ്ഠിക്കുന്നവനായ നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ്. തേ മീൻസ് അർജുനന് ഇങ്ങനെയൊക്കെ യോഗബുദ്ധിയോടുകൂടി ചെയ്താലേ. ബുദ്ധി മീൻസ് ഇവിടെ അന്ധകരണം. മോഹകലിലം അതായത് മായ കൊണ്ട് മോഹിതനായിട്ടുള്ള യഥാ വ്യതിതരീക്ഷതി. അതായത് നമ്മൾ ഏതൊരു സമയം നമ്മളെ മായ ആക്രമിക്കുന്നുവോ തഥാ ആ സമയം ശ്രുതസ്യ അറിയപ്പെട്ടതിൻ്റെയും ശ്രോതവ്യസ്യ എന്ന് പറഞ്ഞാലോ അറിയപ്പെടേണ്ടതിനെയും ഇപ്പം അറിഞ്ഞതും ഇനി അറിയാൻ പോണതും നിർവേദം ഗന്ധാസി. അതായത് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ബോധ്യമാവും എന്നാണ് ഇതിൽ പറയണത്. അതായത് എന്താ ഇപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ ഈ യഥാർത്ഥ ബുദ്ധി പറഞ്ഞില്ലേ, ഈ എപ്പോഴാണ് നിൻ്റെ ബുദ്ധി മോഹകലിലം വ്യതിതരിഷ്യതി, അതായത് എപ്പോഴാണ് നിനക്ക് ഈ മായയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റണം നിൻ്റെ ബുദ്ധിക്ക്. അതായത് ഇതൊക്കെ വെറും മായയാണ്, ഇതൊന്നും സത്യമല്ല എന്ന് ശരിക്കും നിനക്ക് മനസ്സിലാക്കിയിട്ട് മായയ്ക്ക് അതീതമായി നിനക്ക് എപ്പോഴാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണ് ഈ എന്താണ് മായയുടെ ഈ മോഹത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മായയുടെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഗോ ബിയോണ്ട് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം നിനക്കുള്ള ഈ ജഗത്തടക്കം നിൻ്റെ ദേഹവും ജഗത്തുമൊക്കെ സത്യമാണെന്നുള്ള ആ ഒരു മായ നമ്മളെ മോഹിപ്പിക്കുന്നുണ്ടല്ലോ, ആ മോഹത്തിൽ നിന്നും അപ്പുറത്തേക്ക് ഗോ ബിയോണ്ട് ദാറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ തഥാ ആ സമയത്ത് അത് നിനക്ക് മായയ്ക്ക് അപ്പുറത്തേക്ക് പോയാൽ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച നീ ഇതുവരെ കേട്ടതും ഇനി കേൾക്കാൻ പോണതും ഒക്കെ നിർവേദം ഗന്ധാസി, നിനക്ക് അതിനെയൊക്കെ ത്യജിക്കാം. യു വിൽ ഫീൽ ആസ് റിനൗൺസ്ഡ്. അതിനൊന്നും വലിയ കാര്യമില്ല തോന്നുന്നത്. അതറിയോ എന്താ കാരണം വെച്ചാൽ നിൻ്റെ ഈ ബുദ്ധി ഈ ജീവാത്മാവാണ് ഞാൻ എന്നുള്ള വിചാരത്തിൽ നിന്നും പോയിട്ട് ഞാൻ ആത്മാവാണ് എന്ന് നിനക്ക് മനസ്സിലായാൽ അപ്പോഴാണല്ലോ നമ്മൾ മായയെ ക്രോസ് ചെയ്തു എന്ന് പറയാം, മായയെ തരണം ചെയ്തു എന്ന് പറയാം. അപ്പോഴല്ലേ അങ്ങനെ നിനക്ക് ഈ മായ വലയത്തിനെ ക്രോസ് ചെയ്യാൻ പറ്റിയാൽ, എന്നാൽ അല്ലെങ്കിൽ നീ നിൻ്റെ സ്വസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇറ്റേണലായിട്ടുള്ള ആനന്ദമാണ്. അതായത് ഇതുവരെ കേട്ടതോ ഇനി കേൾക്കാൻ പോണതോ ഒന്നും അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല, ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണ് വി ആർ ടൈൻറ്റഡ് ബൈ ഇല്യൂഷൻ. മായ കൊണ്ട് നമ്മൾ മോഹിക്കപ്പെട്ടിരിക്കുകയാണേ. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് ചാടാൻ ഒറ്റ വഴിയുള്ളൂ. ഞാൻ ഈ ദേഹമായിട്ട് എപ്പോഴും വിചാരിക്കുന്ന ജീവാത്മാവല്ല ഞാൻ.
എതെനിക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്ക് ഈ ദേഹത്തിനും സാക്ഷിയായി നിൽക്കുന്നതും ദേഹത്തെ ചൈതന്യവത്താക്കുന്നതും ആയ ആ ആത്മാവാണ് ഞാൻ. അപ്പം അത് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഇംപ്യുവറായിട്ടുള്ള പിന്നെ മനസ്സിൽ അത് ഉദിക്കില്ല. അതിനെ നമ്മളെ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ ആ മനസ്സിൽ ഈ ഒരു ജ്ഞാനം ഉദിക്കും. അതിനാണ് യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യാനൊക്കെ പറഞ്ഞതേ. ഇങ്ങനെ ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതൊന്നൊരു മോചനമില്ലേ. അതുകൊണ്ടാണ് പറയണത് നിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് യൂസ് യുവർ ബുദ്ധി ആൻഡ് ആ വിവേകം. എന്നിട്ട് ഏതാണ് ആത്മാവ് ഏതാണ് അനാത്മാവ് എന്ന് നല്ലോണം ആലോചിച്ച് അറിയണം. അതിനാണ് നമുക്ക് വിശേഷ ബുദ്ധി തന്നതെന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ഇതിങ്ങനെ വിചാരിച്ചിരുന്ന അതൊന്നും ഉപയോഗിക്കില്ലെങ്കിൽ കാര്യമില്ല. എന്നാൽ പിന്നെ എന്നിങ്ങനെ ഈ ജനനമരണ ചക്രത്തിൽ തിരിയാന്ന് മാത്രമല്ല ഈ ദുഃഖം സഹിക്കും വേണമല്ലോ. അപ്പോൾ ഭഗവാൻ പറയണത് എന്താ വെച്ചാൽ യൂസ് ദ ബുദ്ധി. എന്തിന്? ആത്മാവ് ഏതാണ്, ആത്മാവല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ നാശമുള്ളത് ഏതാണ്, ഒരിക്കലും നാശമില്ലാത്തത് ഏതാണ്. ആൻഡ് ആ ഒരിക്കലും നാശമില്ലാത്തതാണ് ഞാൻ ഈ ബോഡിയാന്ന് തോന്നുന്നത് വെറുതെ എനിക്ക് മായോണ്ടാണ്. അത് നല്ലോണം ബുദ്ധി ഉപയോഗിച്ച് ആത്മാവ് എന്നും ഉള്ളതാണെന്ന് മനസ്സിലാക്കി കുറച്ചൊരു മനനം ചെയ്ത്, അതിനാണ് വിവേകം ഉപയോഗിക്കണം പറയണേ. അതായത് ഈ ആത്മാവ് എന്ന് പറയണത് ആർക്കും അറിയാനോ അല്ല ആരും അറിഞ്ഞതോ ഇനി അറിയാൻ പോണതോ അല്ല. അതെപ്പോഴും ആത്മാവ് തന്നെയാണ് നമ്മളെ. ആക്ച്വലി നമ്മൾ ആത്മാവിൽ, അതുകൊണ്ടാണ് പാസ്റ്റും പിന്നെ ഫ്യൂച്ചറും നോക്കണ്ട പറയണത്. എന്താ അറിയുക? അതാണ് ഭഗവാൻ പറഞ്ഞത്, കേട്ടതോ ഇനി കേൾക്കാൻ പോണതോ ഒക്കെ നിനക്കൊരു ഇമ്പോർട്ടൻസും ഇല്ലാതെ ആയി തീരും. എപ്പോൾ? ഞാൻ എപ്പോഴും ഉള്ളതാണേ. അതുകൊണ്ടാണത് പറഞ്ഞത്. അതായത് സെൽഫ് ഈസ് നീദർ ദ നോൺ, അറിയപ്പെട്ടതല്ല, പിന്നെയോ ഓർ ദ അൺനോൺ, ഇനി അറിയാൻ പോണതുമല്ല. പക്ഷെ എന്താ? ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ നോവർ ആണ്, അറിയുന്ന ആളാണ്. അറിവല്ല, അറിയലുമല്ല. അറിഞ്ഞതോ അറിയാൻ പോണതോ അറിവോ ഒന്നുമല്ല, ആ അറിയുന്ന ആളാണ്. അതാണ് സെൽഫ്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവെയർനെസ്, ബോധം. അതെപ്പോഴും ഉള്ളതാണ്. അപ്പം നോക്കൂ, ഇപ്പം നമ്മൾ ശരിക്കും ബോധം ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമുക്ക് ആ ബോധം അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം ഇല്ലെങ്കിൽ, അതിന് തന്നെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്, പരബ്രഹ്മം ബോധമൊക്കെ. ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്. ആ ബോധം ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകമുണ്ടോ? ഈ നിമിഷം, ഞാനിത് പറയുന്ന നിമിഷം ഞാൻ ബോധം കെട്ട് വീണാൽ എനിക്ക് പിന്നെ ഈ ലോകം ഇല്ല, ബോധം മറിഞ്ഞു പോയാൽ ഇല്ലേ? അപ്പം ബോധത്തിൽ ആണ് ഈ ലോകേ. അതാണ് ഇതിൽ പറയണത്. എന്താ വെച്ചാൽ സെൽഫ് നോണല്ല, പാസ്റ്റല്ല, അൺനോണും അല്ല, ഞാൻ അറിയാൻ പോണത് ഫ്യൂച്ചറിൽ അതുമല്ല. ഇപ്പം എന്താ പിന്നെ? അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ അവെയർനെസ്സാണ് എവ്രി മൊമെൻറ്റ്. അതാണ് പറഞ്ഞത്. ശ്രുതം ചാൽ കഴിഞ്ഞതാണേ, മനസ്സിൽ കഴിഞ്ഞത് നമുക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവില്ല. അതാണ് ശ്രോതവ്യം ചഞ്ഞി ഇമാജിനേഷൻ വരാൻ പോണത് ഭാവിയിൽ. അതാണ്, അതൊന്നും പിന്നെ പ്രശ്നമില്ല. കാരണം എപ്പോഴും അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പാസ്റ്റില്ല, ഭൂതമില്ല, ഭാവിയില്ല, ഒന്നുമില്ല, എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഭഗവാനെ. അതായത് നമുക്ക് അങ്ങനെയുള്ളൊരു, അതായത് നമ്മൾ ശരിക്ക് ആത്മാവിലങ്ങട് പിന്നെ വർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നോ എന്തിനെപ്പറ്റി അറിഞ്ഞതെന്നൊന്നും വിചാരിക്കണ്ട പിന്നെ. കാരണം അറിയാനുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം ഇനിയൊന്നും അറിയാനില്ല, പൂർണ്ണമാണ്. അതുകൊണ്ടാണ് മുമ്പ് കേട്ടതോ ഇനി കേൾക്കാൻ പോണതോ ഒന്നും നിനക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് ആയിത്തീരുന്ന് പറയാൻ കാരണം ഭഗവാൻ. അതായത് നമ്മൾ ഈ അത് മനസ്സിലാക്കി കൊടുക്കണം. മായയ്ക്കപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരേ സ്ഥിതിയിലാണ്, എപ്പോഴും സച്ചിദാനന്ദാണ് അവെയർനെസ്. ആ അവെയർനെസ് മാത്രമേ ഇവിടെ ഉള്ളൂ ശരിക്ക്.
അതിൽ പൊന്തി മറയണതാണ് ഈ ജഗത്ത് എന്ന് പിന്നെയും പിന്നെയും നിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഏതാണ് സത്യം ഏതാണ് ജഡം എന്ന് മനസ്സിലാക്കി സത്യത്തിൽ വർത്തിക്കൂ. എന്നാൽ പിന്നെ നിനക്ക് ഒന്നും വേറെ ആലോചിക്കാനില്ല. എനിക്ക് വേറെ എന്തെങ്കിലും അറിയണമെന്നൊന്നും തോന്നില്ല. പൂർണ്ണമാണത്. സത്യത്തിൽ വർത്തിക്കൂ എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി അപ്പം അത് നമുക്ക് അറിയേണ്ടതാണ്. കാരണം ഈ അറിവ് നമ്മളാ ജ്ഞാനസ്വരൂപനാണ്. പിന്നെ സെൽഫേ ജ്ഞാനം തന്നെ സ്വരൂപമായിട്ടുള്ളതാണ്. അറിവ് തന്നെ സ്വരൂപമായിട്ടുള്ള ആളാണ്. അതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 52 വായിച്ച 53 പോകാം. യദാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. അതാണ് പറഞ്ഞത് കേട്ടോ. അതായത് പിന്നെ കേട്ടതോ കേൾക്കാൻ പോണതോ ഒന്നും ഒരിതില്ല, ഒന്നും അറിയണം തന്നെ തോന്നില്ല. കാരണം യു ആർ എബൈഡിങ് ഇൻ ദ സെൽഫ്. ആ പൂർണ്ണതയിലാണ് നിൽക്കണം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ. പിന്നെ ഒന്നുമില്ല, ഒന്നും വേണ്ട. പിന്നെ എന്താണ്, 100% സംതൃപ്തിയാണ്. ആത്മാ രാമനാണ്, ഒന്നിനു വേണ്ടിയും ആഗ്രഹിക്കുന്നില്ല. അതാണത് പറഞ്ഞത്. ഇനി 53 എന്താ വെച്ചാൽ, ഇങ്ങനെ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ, ഇപ്പം അർജുനൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങ് പറഞ്ഞ പോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണെന്നാൽ എനിക്ക് ഈ ജ്ഞാനോദയം ഉണ്ടാവുക എന്ന് ചോദിക്കാമല്ലോ. ഓക്കെ, ഞാൻ ഇതുപോലെയൊക്കെ ചെയ്താൽ എത്ര കാലം എനിക്ക് വെയിറ്റ് ചെയ്യണം ജ്ഞാനോദയം ഉണ്ടാവാൻ, അല്ലെങ്കിൽ ജ്ഞാനം അവേക്കനിങ് ഉണ്ടാവാൻ എന്ന് ചോദിക്കാൻ. ശ്രുതി വിപ്രതിപന്ന തേ സ്ഥാസ്യതി നിശ്ചല സമാധാവാചല ബുദ്ധിസ്തദാ യോഗമവാപ്സ്യസി. ശ്രുതി പ്രതിപന്ന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ കർമ്മകാണ്ഡത്തിൽ പിന്നെ എന്താണ്, ഇന്നത് ചെയ്താൽ ഇന്ന ഫലം കിട്ടുന്നൊക്കെ, അതായത് ലൗകികമായിട്ടുള്ള നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ ഇപ്പം ഇത് പറയണു, ഫലത്തിനെ പറ്റി ആഗ്രഹിക്കരുതെന്ന്. കർമ്മകാണ്ഡത്തിൽ എന്താണ്, ഇത് ചെയ്താൽ ഈ ഫലം ഉണ്ടാവും, ഇത് ചെയ്താൽ ഈ ഫലം ഉണ്ടാവും എന്നൊക്കെ ഫലശ്രുതി ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് അതുപോലെയൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ പറയുകയാണ്, പിന്നെ എന്താണ്, കർമ്മഫലം തെക്തുക പറയുന്നുണ്ട് അല്ലേ. പ്ലീസ് ബി ഡിറ്റാച്ച് ടു ദ റിസൾട്ട്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ കോൺട്രഡിക്ടറി ആണെന്ന് തോന്നിയിട്ടേ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അതാണ് പറയണത്. ഈ കോൺഫ്ലിക്ട്സ് ഓഫ് ഒപ്പീനിയൻ കർമ്മകാണ്ഡം കാരണം, ഇപ്പോൾ ഈ ഭഗവാൻ പറയണതും കാരണം രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവും. തേ ബുദ്ധി, അപ്പോൾ നിൻ്റെ ബുദ്ധി യഥാ എപ്പോൾ സമാധവും, പിന്നെ അപ്പോൾ നിൻ്റെ ബുദ്ധി ഇങ്ങനെ കൺഫ്യൂഷൻ ആകുമ്പോൾ ഒരു കാര്യം, നിൻ്റെ ബുദ്ധി പുറത്തേക്ക് പോവാതെ സമാധവിച്ച് എന്താ, എല്ലാറ്റിനെയും ഇൻവേർഡ് അകത്തേക്ക് അന്തർമുഖമാക്കണേനാണ് നമ്മുടെ ചിന്തകളെയും ഇന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കുമ്പോഴാണ് നമ്മൾ സമാധിയിൽ എത്തണത്. അതുകൊണ്ടാണ് ഇവിടെ സമാധം എന്നുള്ളതിനർത്ഥം വെൻ യു ടേൺ എവ്രിതിങ് ഇൻവേർഡ്, എല്ലാറ്റിനെയും അന്തർമുഖമാക്കിയാൽ നിശ്ചല, എന്നിട്ട് അപ്പം നമ്മളെ ഇത് നല്ല പീസ്ഫുള്ളാവും. നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാൽ, അകത്തേക്ക് വലിച്ചാൽ, വിഡ്രോ ഓൾ ദ സെൻസസ് ഇൻവേർഡ് ആയാൽ, അപ്പം എന്താ ഉണ്ടാവുക, നിശ്ചലം, സ്റ്റഡിയാവും, അചല, പിന്നെ വളരെ പീസ്ഫുള്ളാവും ആ സമയത്ത്. സ്ഥാസ്യതി, അങ്ങനെ കുറേ സമാധിയിലാവുമ്പോഴേ, അങ്ങനെയാണല്ലോ സമാധിയിൽ നല്ല ശാന്തമായിട്ടിരിക്കും. തഥാ ദെൻ യോഗം അവാപ്സ്യസി, അങ്ങനെ നമ്മൾ കുറേ പരിശ്രമിക്കുമ്പോൾ യോഗസ്ഥിതിയിലെത്തും. അതാണല്ലോ സമാധി. എന്താ പറയുക വെച്ചാൽ, ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം എന്താ വെച്ചാൽ, എപ്പോഴാണ് നമ്മൾ ബുദ്ധിയെ ആത്മാവിലേക്ക് തിരിച്ചു വിടണ ആ അവസ്ഥയാണ് ഇവിടെ സമാധി എന്ന് പറയുന്നത്.
അതായത് സമാധി മീൻസ് ആത്മാ. ആ ആത്മാവിനെയാണ് ബുദ്ധി ആ ആത്മാവിൽ ശരണം പ്രാപിക്കുന്ന സമയത്ത് വേറെ ഒന്നും ആലോചിക്കാതെ ഉള്ളിലേക്ക് കംപ്ലീറ്റ്ലി നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതും കഴിഞ്ഞ് ബുദ്ധി കേട്ടോ. ആദ്യം ഇന്ദ്രിയങ്ങളെ അകത്തേക്കാക്കണം, അതാണല്ലോ പ്രത്യാഹാരം. പിന്നെ മനസ്സിനെ അകത്തേക്കാക്കണം, പിന്നെ ബുദ്ധി. അപ്പോഴാണ് ധാരണയും ധ്യാനവും പിന്നെ സമാധി ആവണത് കേട്ടോ. ഈ അഷ്ടാംഗയോഗത്തിൽ ആ 8 ഉണ്ടല്ലോ. ആദ്യം പിന്നെ എന്താ പറയുക, യമം, നിയമം, ആസനം, പ്രാണായാമം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്ദ്രിയങ്ങളെ അകത്തേക്കാക്കുക, പ്രത്യാഹാരം. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ ആക്കി. ഇനി മനസ്സിനെ അടക്കലാകുമ്പോഴൊക്കെയാണ് ധാരണ. മനസ്സിനെ അടക്കിയിട്ട് ആത്മാവിനെയോ അല്ലെങ്കിൽ ഭഗവാനെയോ എന്ത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു രൂപം വേണമെന്ന് വെച്ചാൽ രൂപം ഭഗവാനെന്ന് വെച്ചോളൂ. ഭഗവാനെ മനസ്സിൽ ധരിക്കുക, നിറച്ച് നിർത്തുക. എന്നിട്ട് ആ മനസ്സിന് ക്ലിയർ ആക്കിയിട്ടുള്ള ആ രൂപത്തിനെ ധ്യാനിക്കുക. അത് ധ്യാനം. അങ്ങനെ അവസാനം എന്തിലെത്തും? യോഗസ്ഥിതി. എന്താ യോഗം അവാപ്സി പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ആ സമാധിയിലെത്തും. അതായത് പീസ്ഫുള്ളായിട്ട്. അതാണ് പറഞ്ഞത് നിശ്ചലം അല്ലേ? അചലം, അതായത് സ്റ്റഡി, സ്റ്റില്ല്, പീസ്ഫുൾ, അതിലെത്തും. അപ്പോൾ നമ്മൾ ബുദ്ധിയെ ആത്മാവിൽ ആശ്രയിക്കണം. ബുദ്ധി ആദ്യം ഓഫ് കോഴ്സ് ഇന്ദ്രിയങ്ങളെ, പിന്നെ മനസ്സിനെ, ബുദ്ധിയും കൂടിയും ആത്മാവിലേക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ബുദ്ധി പുറത്തേക്ക് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ മനസ്സ് പോകുമ്പോഴാണ് വിക്ഷേപം എന്ന് പറയണേ. അപ്പം നമ്മൾ എന്ത് വേണം? ഈ വിക്ഷേപത്തിനെയൊക്കെ നമ്മൾ മാറ്റണം. എല്ലാം മനസ്സിലത്തെ ബാക്കി എല്ലാം മാറ്റിയിട്ട് ബുദ്ധിയെ ശരിക്കും ആത്മാവിൽ ഉറപ്പിച്ച് നിർത്തണം. അങ്ങനെ അപ്പം നമുക്കൊരു രൂപം വേണമെച്ചാൽ ഒരു രൂപം ആലോചിക്കാം. ഇല്ല, വെറും ഒരു വൈറ്റ് ലൈറ്റോ അങ്ങനെയൊക്കെ, അങ്ങനെ ഒരു രൂപം ഇല്ലാണ്ട് ലൈറ്റോ എന്താ വെച്ചാൽ അത് അങ്ങനെ ഓരോരുത്തരും ഓരോ പോലെയാണ് കേട്ടോ. അങ്ങനെ സമാധിയിലെത്തണം. അത് കഴിഞ്ഞ് അതിൽ നിന്നും പോകുമ്പോഴാണ് നമ്മൾ നിർവികൽപ്പ സമാധിയിൽ. അപ്പം ആദ്യത്തെ സമാധിയിലൊക്കെ നമുക്ക് പിന്നെ അതിൽ നിന്ന് താഴത്തേക്ക് തന്നെ വരും നമ്മളെ. അത് കംപ്ലീറ്റ്ലി അതിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമുക്ക് നമ്മളപ്പോഴും ദ്വൈതാവസ്ഥയിലാവുമ്പോൾ നമ്മൾ എത്രത്തോളം കാലം ദ്വൈതാവസ്ഥയിലാണ് അത്രത്തോളം കാലം നമുക്ക് നീണ്ടു നിൽക്കുന്ന സമാധി ഉണ്ടാവില്ലേ. ശരിക്കും ഞാൻ എന്നുള്ളത് അങ്ങോട്ട് പോകണം. ഞാൻ ആത്മാവാണെന്ന് അങ്ങോട്ട് നല്ലോണം അനുഭവമാവണ വരെ നമുക്ക് നീണ്ടു നിൽക്കുന്ന സമാധിയിൽ, അതായത് ശരിക്കും ജ്ഞാനിയാവാൻ പറ്റില്ല. സമാധി സമയം ഉണ്ടാവും, പക്ഷെ നമുക്ക് ഈ ദ്വൈതാവസ്ഥ ഞാൻ എന്നുള്ളത് കുറച്ച് പോവാതിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെയും ആദ്യം, അതിനാണ് വ്യുത്ഥാന ദശ എന്നൊക്കെ പറയും. വ്യുത്ഥാനം, അതായത് അതിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ആദ്യം വരും. അതായത് നമുക്ക് ഞാൻ ധ്യാനിക്കണു, ഞാൻ സമാധിയിൽ എന്നുള്ള വിചാരം അപ്പോഴും ഉണ്ട്. അതില്ലാതെ ആവണം. ആ ചെറിയ ഞാൻ തീരെ ഇല്ലാണ്ടായിട്ട് ഞാൻ ആത്മാവന്നെ ആവാൻ എന്നാൽ പിന്നെ അതിനാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുക. മറ്റത് നമുക്ക് ഈ സാധാരണ സമാധിയിൽ നമ്മൾ എന്താ പറയുക, തിരിച്ച് ഈ വേൾഡിലേക്ക് തന്നെ വരും. പിന്നെ ആദ്യം നമ്മൾ ശ്രമിക്കുക. പക്ഷേ സ്റ്റിൽ എന്നാലും നമ്മൾ വി ആർ ഫാർ നല്ലോണം മുമ്പിലേക്ക് പോയി തന്നെയാണ് അർത്ഥം. പക്ഷേ നമുക്ക് കംപ്ലീറ്റ്ലി എപ്പോഴും ജ്ഞാനികളെപ്പോലെ, ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ, രമണ മഹർഷിയെ പോലെയൊക്കെ എപ്പോഴും ജ്ഞാനത്തിൽ വർത്തിക്കണമെങ്കിൽ നിർവികൽപ്പ സമാധി തന്നെ ആവണം. അതായത് കംപ്ലീറ്റ്ലി എബൈഡിങ് ഇൻ ദ സെൽഫ്. അതാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞ യോഗസ്ഥിതി എന്ന് പറയണത്. കംപ്ലീറ്റ്ലി ആയാൽ യോഗസ്ഥിതിയായി. അതുവരെ നമുക്ക് സമാധിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ദ്വൈതാവസ്ഥയിൽ നിൽക്കുന്നിടത്തോളം കാലം കംപ്ലീറ്റ്ലി നമുക്ക് ആത്മാവാണെന്ന് അനുഭവം ആവണ വരെ നമുക്ക് ചിലപ്പോൾ ആദ്യം അതിനൊരു വിധാനം ഉണ്ടാവും. അതായത് അവിടുന്ന് ഒരു ഡൈഗ്രഷൻ വരും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ ബാക്കി ഒരു ചിന്തയും വരാതെ നിർത്തുന്നതിനെയാണ് യോഗസ്ഥിതി പറയണേ. അതായത് അതിൽ തന്നെ കുറേ നിൽക്കണച്ചാൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. അതായത് സ്ഥിരമായിട്ട് അതിൽ തന്നെ അബൈഡിങ് ഇൻ ദ സെൽഫ് ഓൾ ദ ടൈം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളതാണ് സ്ഥിതപ്രജ്ഞൻ. ഇനി അതൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റഡി ആയിരിക്കണം. നമ്മുടെ ആത്മാവിലേക്ക് തന്നെയുള്ള ചിന്ത ഒട്ടും മാറാതിരിക്കണം. എന്നാലേ ശരിക്കുള്ള സമാധി എന്ന് പറയാൻ പറ്റുള്ളൂ.
അതായത് ഇതിപ്പോൾ ഇതിലെന്താ പറഞ്ഞാൽ നമുക്ക് തന്നെ പല പല ഇൻ്റർപ്രിട്ടേഷൻസ് കേൾക്കുമ്പോഴേ, അതായത് കർമ്മകാണ്ഡത്തിലെ ഫലശ്രുതി പറയും, എന്നിട്ട് ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് ഇന്നത് കിട്ടുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പറയും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുമല്ലോ. നമുക്ക് തോന്നും വളരെ എന്താണ് കോൺട്രഡിക്ടറി ആണ് എന്നൊക്കെ തോന്നുമല്ലോ നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ഒരു വഴിയുള്ളൂ എന്നാണ് ഭഗവാൻ പറയണത്. പതുക്കെ ആലോചിക്കുക, ഏതാണ് അനാത്മ, ഏതാണ് ആത്മ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ പത്നത്രാദ്യാഗത്തേക്ക് കൊണ്ടുവരിക, പിന്നെ മനസ്സിനെ, പിന്നെ ബുദ്ധിയെ. അങ്ങനെ നമുക്ക് ആത്മാവിനെ പറ്റി മാത്രം നമ്മൾ അങ്ങേയറ്റം 1 പോയിൻ്റഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, ഏകാഗ്രബുദ്ധി ഉണ്ടാകുമ്പോൾ സമാധി കിട്ടും. ആ സമാധിയെ പിന്നെ നമ്മൾ അപ്പോൾ നല്ല ശാന്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമാധിയെ നമ്മൾ പിന്നെ നിർവികൽപ്പ സമാധിയോ അല്ലെങ്കിൽ സഹജ സമാധി ആക്കുന്നത് വരെ നമ്മൾ ആ ഒരു സാധന കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് എൻ്റെ സ്വസ്വരൂപത്തിൽ തന്നെ എനിക്ക് നിൽക്കണം എന്നുള്ള ഡിറ്റർമിനേഷൻ. അപ്പോൾ ആ ലക്ഷ്യം ഉണ്ടേ, എനിക്ക് ആ സ്വസ്വരൂപത്തിൽ തന്നെ വർത്തിക്കണം, എനിക്ക് ആ ബ്രഹ്മാനുഭവം ഉണ്ടാവണം എന്നുള്ള വിചാരം കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പും വെച്ച് അങ്ങനെ ചെയ്താൽ ആ നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേരും എന്നാണ് കേട്ടോ. ഇനി അടുത്തത് ആക്ച്വലി അർജുനൻ്റെ ക്വസ്റ്റ്യൻ, അർജുന ഉവാചയാണ് കേട്ടോ അടുത്തത്. അപ്പോൾ ഇത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറ്റും, എന്നിട്ട് യോഗസ്ഥിതിയിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. അത് ഒന്നെന്നെ പറയുകയാണ്, പക്ഷെ പല തരത്തിൽ പറയുകയാണ്. അതാണ്. അപ്പോൾ ഞാൻ അത് വായിക്കാം. ശ്രുതി വിപ്രതിപന്നാതേ സ്ഥാസ്യതി നിശ്ചല സമാധാവാചല ബുദ്ധിസ്തദാ യോഗമവാപ്സ്യസി. അപ്പോൾ സമാധിയിൽ തന്നെ, ആ യോഗത്തിൽ തന്നെ സ്ഥിതപ്രജ്ഞ പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ടുള്ള സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ആയിട്ടുള്ള അവയർനെസ്, ബോധത്തിൽ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കണത്. അങ്ങനെ ആയിട്ട് നിൽക്കണം. അങ്ങനെയുള്ള യോഗത്തിൽ നീ എത്തും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് അർജുൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.